ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതുവത്സര ദിനാശംസകൾ. ഇന്ന് തിരുവൈരാണിക്കുളം ക്ഷേത്രത്തെ പറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രമാണ് തിരുവൈരാണിക്കുളം. വർഷത്തിൽ 12 ദിവസം മാത്രമാണ് ഇവിടെ നട തുറന്ന് പൂജ ചെയ്യാറുള്ളത്. പണ്ടുകാലത്ത് ദേവിയുടെ നട നിത്യവും തുറന്നിരുന്നു. അന്ന് ഭഗവാനുള്ള നിവേദ്യം ദേവി തന്നെയാണ് തയ്യാറാക്കിയിരുന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ തിടപ്പള്ളിയിൽ ആരും തന്നെ പ്രവേശിക്കുന്നത് നിഷിദ്ധമായിരുന്നു. നിശ്ചിത സമയത്ത് തന്നെ തിടപ്പള്ളി തുറക്കുമ്പോൾ നിവേദ്യം തയ്യാറായിരിക്കും. ഇതെങ്ങനെ സാധിക്കുന്നുവെന്നറിയാൻ ഒരിക്കൽ ഇതിനു പിന്നിലെ രഹസ്യം അറിയാനായി ക്ഷേത്ര ഊരായ്മക്കാരിൽ ഒരു ബ്രാഹ്മണൻ തിടപ്പള്ളിയിലേക്ക് ഒളിഞ്ഞു നോക്കി. സർവാഭരണ വിഭൂഷിതയായി സാക്ഷാൽ പാർവതി ദേവി തന്നെ നിവേദ്യം തയ്യാറാക്കുന്നതു കണ്ട ബ്രാഹ്മണൻ ഉറക്കെ ദേവിയെ വിളിച്ചു കരഞ്ഞുപോയി. ആചാരലംഘനത്തിൽ കോപിഷ്ഠയായ ദേവി ക്ഷേത്രം ഉപേക്ഷിച്ചു പോകാനൊരുങ്ങി. ബ്രാഹ്മണൻ കരഞ്ഞുകൊണ്ട് ദേവിയോട് പോകരുതേ എന്ന് കേണപേക്ഷിച്ചു. മനസ്സലിഞ്ഞ ദേവി മഹാദേവന്റെ പിറന്നാൾ ദിവസമായ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം മുതലുള്ള 12 ദിവസങ്ങളിൽ മാത്രമേ എൻ്റെ സാന്നിധ്യം ഉണ്ടാകൂ എന്ന് അരുളി ചെയ്ത് അപ്രത്യക്ഷയായി. ഇതാണ് ഐതിഹ്യം. അന്നു മുതൽ ഈ 12 ദിവസങ്ങളിൽ മാത്രമാണ് ദേവിയുടെ ഈ ശ്രീകോവിൽ തുറക്കുന്നത്. നാളെയാണ് വെള്ളിയാഴ്ച, മകീരം നാളിൽ ക്ഷേത്ര നട തുറപ്പ്. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു ഉപയോഗമുള്ള വീഡിയോയുമായി വരുന്നതുവരെ കാത്തിരിക്കുക. ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ദിനാശംസകൾ.